നമസ്കാരം. ഞാൻ നിൽക്കുന്നത് അഴുതയിലാണ്. അഴുത നിങ്ങൾ കേട്ട് കാണും. എരുമേലിയിൽ നിന്ന് നടന്ന് ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണ് അഴുത കല്ലിടാംകുന്ന് ഇങ്ങനെ പോയി ശബരിമല ചെന്നെത്തുന്ന ഒരു വഴി കാണുന്ന പാതയാണ്. ഞാൻ പോയിട്ടുണ്ട്. ഈ അഴുതയാറുണ്ട്, അത് കാണിക്കാം. നല്ല ദീർഘദൂരം നടന്നു പോകുന്ന ഒരു വഴിയാണ്. അത് കാരണേക്കാണ് പോകുന്നത്. കൂടെ നടക്കാവും. ഇതാണ് അതിന്റെ പലർക്കും നീലിമലയും കരിമലയും തമ്മിൽ വ്യത്യാസമുണ്ട്. നീലിമല എന്നത് നമ്മള് പമ്പയിൽ നിന്ന് നേരിട്ട് കയറുമ്പോൾ ആദ്യത്തെ കയറ്റമാണ് നീലിമല കയറ്റം. പക്ഷെ കരിമല എന്നുള്ളത് എരുമേലിൽ നിന്ന് നടന്ന് അഴുത കഴിഞ്ഞിട്ട് കയറി പോകുന്ന വഴിയാണ് കരിമല കയറ്റം കഠിനമെന്റെ അയ്യപ്പ എന്ന് പണ്ട് പറയുന്നത് നീലിമലയല്ല. പലരും നീലിമല കരിമലയും തമ്മിൽ വ്യത്യാസം പലർക്കും അറിയത്തില്ല. അവിടെ അഴയാറ് നല്ല നിറഞ്ഞു നിൽക്കുകയാണ്. ആ വഴിയാണ് നടന്നാണ് പോകുന്നത്. ഇപ്പൊ പ്രളയമായതിനാൽ നല്ല മഴയുണ്ട്. ഈ കരിമല കയറ്റം നീലിമല കയറ്റത്തിന്റെ 10 മടങ്ങ് ഉയരത്തിലാണ്. കയറിയാലും തീരത്തില്ല. അതുപോലെ കഠിനമാണ്. ഇറക്കും അല്ല, കരിമല നമ്മൾ തിരിച്ചിറങ്ങുന്നില്ല. കയറി പോയിട്ട് പിന്നെ ശബരിമല പമ്പയെ കൂടെ വരുന്നത്. ഈ വഴിയുള്ള നടത്തം ഏതാണ്ട് 40 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. 35-40 കിലോമീറ്റർ. നമ്മളതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങി വേണം പമ്പയിലെത്തി വരാൻ. നല്ല കുത്തിറക്കുക. എന്തായാലും ഒരു അനുഭവമാണ്. 2 ദിവസം കൊണ്ട് നമുക്ക് ശബരിമല ചെല്ലാൻ പറ്റും ഈ വഴി. ഞാൻ ഒരു പ്രാവശ്യം ഇതുവഴി പോയിട്ടുണ്ട്. 2 പ്രാവശ്യം പുൽമേട് വഴി പോയിട്ടുണ്ട്. ഈ അഴുതയാറ്റിൽ നിന്നും കല്ലെടുത്ത് കൊണ്ടുപോയി കല്ലിടാംകുന്നിലിടും. ഇവിടുന്ന് ഉരുളങ്കല്ലെടുത്ത് പിന്നെ കല്ലിടാംകുന്നിലിടും. അത് പുണ്യമായി കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല വെള്ളം നിറഞ്ഞിരിക്കുക. നല്ല ആഴമുള്ള നദിയാണ്. ഇപ്പോൾ നല്ല ആഴമാണ്. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്രത്തോളം ഒരു നീരൊഴുക്കിനെ, ഒരു നദിയെ മോശമാക്കുന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. കണ്ടോ, ഇത് മൂലം നമ്മൾ ഉപേക്ഷിച്ച സാധനമാണ്. ഒരു വലിയ വൃക്ഷം ദൂരം നിന്ന് ഇരുന്ന് വന്ന് തടഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വെള്ളം ഇതുവഴി ഒഴുകിയതിന്റെ ലക്ഷണമാണ്. കോച്ചൊക്കെ ഇന്ന് വെള്ളം താഴും ഇതുവഴി ഒഴുകിയിട്ടുണ്ട്.